ഈ പൊന്നോടക്കുഴയിൽ ഒടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ രൂപം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കും. കാർമുകിൽ വർണ്ണൻ എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരും കാണുന്നത് ഒരു നീല നിറത്തിലാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. കള്ളക്കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ പറയും. പക്ഷേ ഇത്ര ഓമനത്താണ് കണ്ണനെ കാണാൻ. നമസ്കാരം. നമ്മളിപ്പോഴുള്ളതേ ജീവൻ തുടിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്താണ്. ആ ചേട്ടൻ്റെ പേര് കാന്താരി സോമൻ എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാൻ കഴിയുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നിർമ്മിക്കുന്ന ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ തന്നെയാണ്. അതിന് ആവശ്യക്കാരും ഏറെയാണ്. അത് വളരെ ഫേമസുമാണ്. അത് പലതവണ നമ്മൾ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വിഷുക്കാലം എത്തിയല്ലേ? അപ്പോൾ ജീവൻ തുടിക്കുന്ന ഒരു കൃഷ്ണ വിഗ്രഹം നമുക്ക് കണി വയ്ക്കാൻ നേരത്ത് കണ്ണനെ, അങ്ങനെ ഒരു കണ്ണനെ നമുക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇവിടത്തേക്ക് തന്നെ എത്തുന്നത്. അപ്പോൾ നമുക്ക് സോമൻ ചേട്ടനോട് തന്നെ ചോദിക്കാം, ഈ കൃഷ്ണ വിഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. വായോ. സോമൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമ്മളപ്പോൾ വീണ്ടും ചേട്ടൻ്റെ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. നമുക്ക് എന്താ പറയാ, ഒരുപാട് ആരാധകരുണ്ടല്ലോ കൃഷ്ണ വിഗ്രഹങ്ങൾക്കൊക്കെ. അപ്പോൾ അത് ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കാണിക്കാം. വിഷു ഒക്കെ അല്ലേ വരുന്നേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒക്കെ. അതെ, ഇത് പോളി മാർബിൾ ആണ്. ISO പ്രോഡക്റ്റ്, ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ്. ഒരു കാലത്തും കേടുവരത്തില്ല. വെള്ളത്തിൽ ഇട്ടാൽ നനയത്തില്ല, തീയിലിട്ട വേവത്തില്ല, തറ വീണ പൊട്ടത്തില്ല. അതാണ് ആ പ്രോഡക്റ്റിന്റെ പ്രത്യേകത. അതായത് 10 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടത് പെയിന്റിങ്ങിന് കൊണ്ടുവന്ന റീപെയിന്റിങ്ങിന്. അപ്പൊ നമ്മളത് കൊണ്ടുവരുമ്പോൾ നമ്മളിത് എടുത്ത് അത് വാങ്ങിക്കൊണ്ട് പുതിയ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കും. അത് വാങ്ങിയിട്ട് പഴയത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്, കാരണം ഇത് നശിച്ചു പോകത്തില്ല. അപ്പൊ അത് നമ്മളിത് പെയിന്റ് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് അതിന് താമസം ഉള്ളത് കൊണ്ട് അവർക്ക് പുതിയത് കൊടുക്കുമ്പോൾ അതിന്റെ വില, അതിന്റെ റീപെയിന്റിങ് ചാർജ് എടുത്തുകൊണ്ട് പുതിയ ഐറ്റം കൊടുക്കും. അതങ്ങനെ ആരും ചെയ്യാറില്ല. അതാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലേ, അത്ര സ്ട്രോങ് ആയിട്ട് ഒരു കേടും വരത്തില്ല. അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. വർഷാവർഷം നമുക്ക് പെയിന്റ് ചെയ്യേണ്ട ഇത് ഇതുണ്ട്. വലിയ വലിയ ഫിഗറുകളെല്ലാം ഇതാണ് നമ്മളെ ഗുരുവായൂരപ്പൻ നമ്മളത് കൊടുത്തത്. ഇതാണ് ഗുരുവായൂർ പോയിട്ട് മേൽശാന്തിക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊന്നോടക്കുഴയിൽ ഒടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ രൂപം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കും. അത് പോയിട്ട് എല്ലാം അമ്പലത്തിൽ സമർപ്പണം ചെയ്തു. അതെ, സമർപ്പണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഇത്തരത്തിലൊരു വിഗ്രഹമാണ് കൊടുത്തത്. ഇത് നോക്കോളൂ കേട്ടോ, ഇവിടെ ഒരു കരിമുകിൽ വർണ്ണുണ്ട്, കാർ വർണ്ണൻ. അതൊന്ന് നോക്കിക്കോളുവേ, കാരണം അത് എടുത്ത് പറയേണ്ടതാണ്. നമ്മളെപ്പോഴും പറയും കരിമുകിൽ വർണ്ണൻ, കാർമുകിൽ വർണ്ണൻ എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരും കാണുന്നത് ഒരു നീല നിറത്തിലാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു കൃഷ്ണ വിഗ്രഹം നിർമ്മിക്കാനായിട്ട് ചേട്ടന് എത്ര ദിവസത്തെ ഒരു? അങ്ങനെ പറയാനൊക്കെ നമ്മൾ ഒരെണ്ണമായിട്ടല്ല നിർമ്മിക്കുന്നത്. നമ്മൾ 100 ഫിഗർ ഒരുമിച്ചടിച്ച് അത് ഫിനിഷ് ചെയ്ത് അത് പെയിന്റ് ചെയ്ത് അങ്ങനെ വരുന്നത്. അല്ല ഒരു ദിവസമായിട്ട് നമുക്കത് ചെയ്യാനൊക്കത്തില്ല. ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ല, ഒരുപാട് സ്റ്റേജുകളുണ്ട്. കാസ്റ്റ് ചെയ്യണം, കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ജോയിന്റ് ആക്കണം, മെഷീനിൽ ഗ്രൈൻഡ് ചെയ്ത് അത് കൊണ്ടുവന്ന് പിന്നെ അത് കുളിപ്പിച്ച് പിന്നെ പ്രൈമർ അടിച്ചു, പിന്നെ പെയിന്റ് അടിച്ച്, പിന്നെ അത് സ്പ്രേ പെയിന്റ് ചെയ്തു. അത് ഒത്തിരി പണിയാണത്. അപ്പൊ ഒരെണ്ണം എടുത്തിട്ട് നമുക്കത് ചെയ്യാനൊക്കെ പറ്റില്ല. അത് ഇങ്ങനെ ഗ്രൂപ്പോടെ കൂട്ടത്തോടെ എടുത്തതുണ്ട്. അതെല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ദുർഗ ആയിരവല്ലി, ദുർഗ തമ്പുരാട്ടി, ആയിരവല്ലി തമ്പുരാൻ, ശിവനും പാർവതി, കൃഷ്ണനും. അത്രയാണ് നമ്മള് എല്ലാ ദൈവങ്ങളെയും വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഇവർക്ക് അത്രയാണ്. കണ്ടോ എത്ര എന്താ പറയാ,
കള്ളക്കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ പറയും. പക്ഷെ ഇത്ര ഓമനത്താണ് കണ്ണനെ കാണാൻ. ഞാൻ പല സ്ഥലങ്ങളും പോകുമ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴേ ആത്മാവിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ കണ്ണ്. ഇതിൻ്റെ ഇത് ഇവിടെ തന്നെയാണോ നിർമ്മിക്കുന്നത്? ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതിന് മുകളിലാണ് അല്ലാതെ ചെയ്യുന്നത്. ആണല്ലേ. അപ്പോൾ സോമൻ ചേട്ടൻ്റെ പണിപ്പുര, അതായത് കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലം അതിവിടെയാണ്. സോമൻ ചേട്ടൻ പറഞ്ഞില്ലേ റീപെയിന്റ് ചെയ്ത് കൊടുക്കും എന്ന്. അതെങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? ഇതൊക്കെ 10-15 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ് പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നമ്മളത് പെയിന്റ് ചെയ്ത് എല്ലാം പെയിന്റ് ചെയ്ത് റീപെയിന്റ് ചെയ്ത് പിന്നെ അത് മൊത്തം കണ്ണ് വരച്ച് പിന്നെ മൊത്തോട്ടിക്കും. അതായത് അങ്ങനെ ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഇതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അതുമെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ റീപെയിന്റിങ് വർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും അതിന്റെ സാധാരണ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണ അതേ തന്നെ അത്ര തന്നെ നമ്മുടെ എഫേർട്ട് തന്നെ ഇതിനും ഉണ്ട്. അത് തന്നെ, ആ ജോലി എത്രയുണ്ട്, ജോലി ഒരിക്കലും കണ്ടോ. ഇതെല്ലാം കൈകാലും ഒക്കെ ഒട്ടിച്ച് ഇതൊക്കെ ഓരോരോ സ്റ്റേജ് വർക്കാണ്. ഓരോരോ ഇതില് ഇതിന്റെ കൈയും കാലും ഒട്ടിക്കണം. നിറച്ച് പണിയുണ്ട് ഇതിന്. അതായത് സാധാ ഇതുപോലുള്ള അല്ല ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അത് വെള്ളത്തിട്ട നനയിലെന്ന് പറഞ്ഞാൽ അതാ നോക്കിക്കോളൂ, ഞാൻ പൈപ്പിൽ വെള്ളം ഓൺ ചെയ്ത് തരാം. കണ്ടോ കുളിപ്പിക്കുന്നുണ്ടോ? അത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഇത് കുളിപ്പിച്ച് കഴിഞ്ഞ് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ച് ഇത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ചേട്ടാ, അപ്പോ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, അതായത് കൃഷ്ണ വിഗ്രഹം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ദേവന്മാരുടെയൊക്കെ ആണെങ്കിലും നിർമ്മിക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നത്? അതെനിക്കൊരു 10-30 വയസ്സായപ്പോൾ തന്നെ ഞാൻ വിഗ്രഹത്തിന്റെ ഇതിലേക്ക് ഞാൻ വരയ്ക്കുമായിരുന്നു. ആർട്ടിസ്റ്റായിരുന്നു. സ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. പോലീസിൽ CRPF അതിൽ ജോലി ഉണ്ടായിരുന്നു. ഗൾഫിൽ പോയി, ഗൾഫിൽ 5 വർഷം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഡെക്കറേഷൻ വർക്ക് ഇതിലുള്ളതാണ്. പിന്നെ വന്നിട്ട് ഭഗവാന്റെ ഒരു കാര്യം ഇതുകൊണ്ടാണ് ഭഗവാനെ തന്നെ ചെയ്യണമെന്ന് തീരുമാനം എടുത്തത്. അങ്ങനെയാണ് ഭഗവാനെ ഞാൻ ചെയ്തു തുടങ്ങിയത്. പെട്ടെന്ന് അത് എനിക്കെന്തോ ഒരു ഉൾവിളി സ്വപ്ന ദർശനത്തിലാണ് എനിക്ക് ഈ ഭഗവാന്മാരെ ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടുക. അതുപോലെ ഞാൻ ഈ വിഗ്രഹങ്ങളിലേക്ക് തുടങ്ങി. ചേട്ടൻ അപ്പൊ ഇല്ലേ ഇത് ഒരു 30 വയസ്സാകുമ്പോഴേക്കാണ് ഇതിലേക്ക് തിരിയുന്നതെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഇതിപ്പോ പ്രതിമ നിർമ്മിക്കണമെങ്കിൽ ഒരു എവിടെന്നെങ്കിലും അതൊന്ന് പഠിക്കണമല്ലോ. അത് പഠിക്കണം. അത് പഠിക്കാനായിട്ട് വേറെ സ്ഥലമില്ലല്ലോ. ഇത് നമ്മളായിട്ട് തനിയെ ഉണ്ടാക്കിയെടുത്തതല്ലേ. നമ്മുടെ വിങ് അങ്ങനെ ആർട്ടിസ്റ്റിക് മെന്റാലിറ്റിയാണ് നമുക്ക്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ക്ലേയിൽ വർക്ക് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പുതിയ സംവിധാനത്തിൽ നമ്മൾ പുതിയ ട്രേഡുകൾ കണ്ടുപിടിക്കുന്നു. ആദ്യം ഉണ്ടാക്കിയത് ആരുടെ വിഗ്രഹമായിരുന്നു? ഭഗവാന്റെ, കൃഷ്ണന്റെ വിഗ്രഹം, പിന്നെ ദുർഗയുടെ, ശിവന്റെ എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്താണ്. അപ്പൊ ആദ്യം മുതൽ ഈ പറയുന്ന ഇത് തനിച്ച് തന്നെയാണോ, സഹായികളുണ്ടോ? ഇല്ല, അത് നമ്മളെടുത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മൾ വർക്ക് ഓരോരുത്തരെ പഠിപ്പിച്ച് നമ്മുടെ എനിക്കിപ്പോ ആൾ കേരള ട്രെയിനിങ് സെന്റർ ആയിരുന്നു. വയനാട് ഉണ്ടായിരുന്നു സെന്റർ ഹാൻഡിക്രാഫ്റ്റിന്റെ, തൃശ്ശൂരുണ്ടായിരുന്നു അയ്യന്തോളില്, പിന്നെ വയനാട് കൽപ്പറ്റയില്, തൃശ്ശൂർ അയ്യന്തോള്, പിന്നെ എറണാകുളത്തുണ്ടായിരുന്നു, തൃപ്പൂണിത്തറയായിരുന്നു, പിന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു വട്ടിയൂർക്കാവ്, പിന്നെ വന്നത് ആലപ്പുഴയാണ് ലാസ്റ്റ് വന്ന് നിർത്തിയത്. ഇവിടെ ആകുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ആണ്, അതിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പം അതെല്ലാം അങ്ങനെ ഇപ്പം പുതിയ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഇവിടെ പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് ഒരു കോഴ്സ് കഴിയുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ ഗവൺമെന്റിൽ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. പുതിയ ഈ വർഷം മുതൽ നിലവിൽ വന്നു. പക്ഷെ നമ്മളിവിടെ നിലവിൽ വന്ന് പ്രോജക്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞു. ഓഫീസർമാർ ജില്ലാ വ്യവസായം തരത്തിൽ നിന്ന് അവരിവിടെ വന്ന് പ്രോജക്റ്റ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫണ്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. കാരണം സർക്കാരിൽ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. അത് ഇവർ തരത്തില്ല. ഇതില്ല, പഞ്ചായത്തുകാരൻ, താലൂക്ക് അവരെന്നാ നമുക്ക് ഫണ്ട് തരത്തില്ല. അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഈ മേഖലയ്ക്ക് ഒരു പൈസ തരത്തില്ല. കേന്ദ്ര ഗവൺമെന്റ് ഹാൻഡിക്രാഫ്റ്റ് പ്രത്യേക സംവിധാനത്തിലുള്ളതാണ്. ഫണ്ട് വന്നിട്ട് തന്നെ. പിന്നെ അടുത്ത വർഷത്തിൽ ഇവിടെ പഠിച്ചവർക്ക് എല്ലാവർക്കും 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. സ്ത്രീകൾക്ക് 7 ലക്ഷം രൂപ, മൊത്തം 10 ലക്ഷം രൂപയുടെ സ്കീം വെച്ചാൽ മതി. ഷെഡ് കെട്ടാനും വർക്ക്ഷോപ്പ് ഇടാനും കൂടെ 10 ലക്ഷം രൂപ മൊത്തം തരും. അതിൽ നമ്മൾ 7 ലക്ഷം രൂപ അടയ്ക്കുക, ബാക്കി സബ്സിഡി. അങ്ങനെ ഒരു സ്കീം എന്റെ സ്കീമിന് വന്നില്ലേ, അത് വലിയൊരു ഭാഗ്യമല്ല. എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് അത് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചവരെല്ലാം നമ്മളെടുത്ത്
ഇവിടെ തിരിച്ചു വരിക, വന്നിട്ട് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ മുഴുവൻ ഞാൻ എടുക്കും. ഈ സെൻറ്റർ വഴി മാർക്കറ്റ് ചെയ്യുക. അവർ മാർക്കറ്റ് ചെയ്യുമ്പോണ്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ വില കൊടുത്ത് അതിന് പുതിയ സെക്ഷനാണ് ഇപ്പോൾ നല്ല പഠിപ്പിക്കുന്നത്. പോളി മാർബിളാണ്. അതിന് പുതിയ ടെക്നോളജി 1 മാസത്തോളം കോച്ചിങ് കൊടുത്തിട്ട് അവരെ തന്നെ ട്രെയിൻ കൊടുത്ത് അവർക്ക് ജോലി കൊടുക്കേണ്ട സംവിധാനം, ലോൺ കൊടുക്കേണ്ട സംവിധാനം. 10 ലക്ഷം രൂപ വെറുതെ കിട്ടുന്നതല്ലല്ലോ അല്ലേ? നമ്മൾ അപ്പോൾ നമ്മൾ സ്കീം ഉണ്ടാക്കി ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് മതി, ലോൺ കിട്ടും. അപ്പോൾ ഒരു സ്വയം തൊഴിലുമായി. ആയി. അപ്പോൾ ഞാൻ ഈ 2 കൃഷ്ണനെ വാങ്ങിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷ്ണനെ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. എനിക്കിത് കണ്ടിട്ടേ ഇവിടുന്ന് വാങ്ങാതെ പോരാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. വിഷു അല്ലേ, അപ്പോൾ വീട്ടിലും എല്ലാവർക്കും സന്തോഷമാവും ഈ കൃഷ്ണനെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, വിഷുക്കണിയൊക്കെ വെക്കാനായിട്ട് ആവശ്യം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. സോമൻ ചേട്ടൻ നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള കൃഷ്ണനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരും. അപ്പോൾ നോട്ട് ചെയ്തേക്കാം ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.